തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ വീട് കാണുന്നത് കണ്ടോ? ഇങ്ങോട്ട് നോക്കിക്കേ, നല്ല രസമുണ്ട് ബാക്ക്ഗ്രൗണ്ട്. എണീറ്റ് വന്നാ? എണീറ്റങ്ങ് നിന്ന. നീ വീണപ്പോഴാ? വീണില്ല. ഹായ്, ബിന്ദു സ്വിംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു മഴ കഴിഞ്ഞ സമയമാണേ. ചേട്ടൻ നോക്കിയാൽ ചേട്ടൻ ഇഷ്ടംപോലെ പണികൾ മാത്രമേ ഉള്ളൂ. ഇന്നലെ റോസക്കമ്പ് പാര എണ്ണത്തിന്? പാര തേങ്ങ ഒതിക്കാനല്ലേ. നല്ല ചക്ക വറുത്തേ. ലാസ്റ്റ് ട്രിപ്പ് ചക്ക കുറേ ഉണ്ടായിരുന്നു, ഒന്നിച്ചങ്ങ് എണ്ണയിലേക്ക് ഇട്ടു. നല്ല മൊരിഞ്ഞ് വന്നു. ഞാൻ മഞ്ഞൾ വെള്ളം, ഉപ്പിട്ട മഞ്ഞൾ വെള്ളം അതിലേക്ക് തളിച്ചു. എന്നിട്ട് ആ വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ടുള്ള മഞ്ഞ കളറിൽ കിട്ടും. ആ ഒരു സ്റ്റേജിലാക്കി വെച്ചിട്ട് ഞാൻ ന്യൂസ് ചാനലിൻ്റെ മുമ്പിലേക്ക് പോയി. അവിടെ ഇരുന്നിട്ട് മുഖ്യമന്ത്രി ആരാകും നോക്കി ഇരുന്ന് എൻ്റെ ചക്ക മൊത്തം കരിഞ്ഞു പോയതല്ലാതെ മുഖ്യമന്ത്രീനെ എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഇന്നേതായാലും മുഖ്യമന്ത്രീനെ അറിഞ്ഞിട്ടേ ഞാൻ ചക്ക അരിയുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുവാണ്. മുഖ്യമന്ത്രി ആരാന്ന് അറിഞ്ഞിട്ടേ ഞാനിന്ന് ചക്ക അരിഞ്ഞ് വറക്കുള്ളൂ എന്ന് ചിന്തിച്ചിരുന്നു. മുഖ്യമന്ത്രി ആരാന്നറിഞ്ഞു. ഇനിയിപ്പം നമ്മൾ രാത്രി ചക്ക വറക്കണം, ബാക്കി ചക്ക വറക്കാറുണ്ട്. അപ്പോൾ ചേട്ടൻ അവിടെ ആയുധമൊക്കെ എടുത്ത്, ചേട്ടനൊരു മുട്ടുസൂചി കിട്ടിയാലും മതി. ചേട്ടൻ ദാ പൂന്തോട്ടത്തിലേക്കൊക്കെ പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറേ നാളായില്ലേ നമ്മൾ പൂക്കൾ കണ്ടിട്ട്. ഈ മഴക്കാലത്ത് നമുക്ക് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ബന്ദിപ്പൂവുണ്ട്, പിന്നെ ഇതാ മഞ്ഞപ്പൂവുണ്ട്, പിന്നെ നമുക്ക് ചെത്തി, ഈ മോഡൽ ചെത്തിയുണ്ട്, ഇതാ മോഡൽ ചെത്തിയുണ്ട്, പിന്നെ കുറേ കോളാമ്പിപ്പൂവുണ്ട്, റോസാപ്പൂവുണ്ട്. ആ പൊങ്ങിയുന്ന റോസാപ്പൂ ഒക്കെ കൊഴിഞ്ഞു പോയല്ലേ മഴയത്ത്. പിന്നെ ദാ നമ്മുടെ ഈ സൈഡിൽ നട്ടിരിക്കുന്ന കളറുള്ള പന പോലെ ഇരിക്കണ, തെങ്ങന്തൈ പോലെ ഇരിക്കുന്ന സാധനം അതുകൊണ്ട്. പിന്നെ നമ്മൾ നട്ട ഇഞ്ചിയൊക്കെ മുളച്ച ഇലയൊക്കെ വന്നു കേട്ടോ. ഇഞ്ചി മുളച്ചു. വഴുതന ദാ ഈ ഒരു സ്റ്റേജിലിരിക്കുന്നുണ്ട്. ഇവിടെ ഇഞ്ചി മുളച്ചു. എൻ്റെ ഇഞ്ചിയൊക്കെ ഇത്രയും പൊങ്ങിയത് ഞാൻ തന്നെ നട്ടതാണ്. ആൻസാണ് എനിക്ക് ഇതെടുത്ത് തന്നത്, മണ്ണ് നിറച്ച് തന്നത് ആൻസ. പിന്നെ ചീര നട്ടതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചുവന്ന ചീരയും സുന്ദരി ചീരയാണ് നട്ടത്. അതിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നട്ട ചേന മുളച്ച് വന്നിട്ടുണ്ട്. കാച്ചിലൊക്കെ അവിടെ നട്ടത് കാച്ചിൽ മുളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ കാച്ചിൽ മുളച്ച് വന്നിട്ടുണ്ട്. താറാക്കുഞ്ഞുങ്ങളൊക്കെ മഴ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ഇത്രയും സ്ഥലം, ഈ കെട്ടി അതിൽ തിരിച്ചിരിക്കുന്ന ഇത്രയും സ്ഥലമുണ്ട് കേട്ടോ. എന്തെങ്കിലും പച്ചക്കറിയൊക്കെ നടാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ പുറകുവശത്താണെങ്കിലും നമുക്ക് ഈ ഒരു സൈഡിൽ ഇത്രയും സ്ഥലമുണ്ട്. പിന്നെ ഇതൊരു വഴിയാണ്. ഇത് പ്ലോട്ട് തിരിച്ചിട്ട് വീടൊക്കെ പണിത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ കൊടുത്ത സ്ഥലത്ത് തന്നെ വന്നിരിക്കുന്ന വീടാണ് വിൽക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ പ്ലോട്ടൊക്കെ തിരിച്ചൊക്കെ പണി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. നമ്മുടെ തൊട്ടയൽപക്കം ഇതും ചേട്ടൻ കൊടുത്ത സ്ഥലം തന്നെയാണ്. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ടേ, ഈ ഭാഗത്തായിട്ട് ഈ മതിലിനോട് ചേർന്ന് 2 മാവുണ്ടായിരുന്നു. ഒക്കെ ഞാൻ ഓർക്കണുണ്ട്. പിന്നെ ഈ വീടിൻ്റെ പുറകൊന്നും ആരും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. വീടിനകത്തുനിന്ന് നമ്മൾ ജനലിൽ കൂടി കാണുന്നൊരു കാഴ്ചയിൽ ഉണ്ടാവാറുള്ളൂ. വീടിൻ്റെ പുറകിൽ ഈ ഒരു മതിലുണ്ട് നമുക്ക്. പിന്നെ അത് വെളിയിലുള്ള ഒരു ടോയ്ലറ്റാണ് കേട്ടോ. അവിടെ ഇപ്പോൾ യൂസ് ചെയ്യുന്നൊന്നുമില്ലേ. നമ്മുടെ പ്രാണീനെ കുഞ്ഞുങ്ങളെ കൂടെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പലരും പറഞ്ഞ് നമ്മുടെ പ്രാണിയുടെ കുഞ്ഞുങ്ങളെ അഴിച്ചുവിടുക, അവർ ഓടിക്കളിച്ചടക്കട്ടെ പ്രാണി കുഞ്ഞുങ്ങളൊക്കെ എന്ന്. പക്ഷേ എങ്കിലേ പ്രാണി കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകും. ഈ പണിതിട്ടിരിക്കുന്ന വീടിനകത്തേക്കൊക്കെ അവിടെ ചെറിയ ഹോളൊക്കെ ഉണ്ട്, അതിലൊക്കെ കയറിപ്പോയി കിടന്നാൽ നമ്മളറിയത്തില്ല. കുഞ്ഞുങ്ങൾക്ക് തിരിച്ച് കയറാനുള്ള പ്രായമായിട്ടില്ല. പ്രാണി എല്ലായിടത്തോടെയൊക്കെ പോയാൽ അറിയോ ഇല്ല. അതുകൊണ്ട് പിന്നെ പ്രാണീനെ നമ്മൾ വിട്ടിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറകിലുള്ള ഒരു ഇതിട്ട്. അപ്പം നമുക്ക് ഇന്ന് പരിസരമൊക്കെ കാണാം അല്ലേ. എടാ സൈഡിൽ കൂടെ പോകണിട്ടോടാ. ചീര ചവിട്ടരുതിട്ടോടാ, ചീര ചവിട്ടരുതിട്ടാ. പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് അതൊരു ഫാമാണ് കേട്ടോ. ആ ഭാഗത്ത് അത്
അതൊരു ഫാമാണ്. പശുവും പോത്തും ആ കള എന്ത് വല്ല പാമ്പ് മുട്ടയൊക്കെ ആയിരിക്കും. കണ്ണൊക്കെ എടുക്കുക. അപ്പോൾ ഇതാണ് വീടിൻ്റെ ബാക്ക് ഭാഗം. നമ്മുടെ ഇതാണ് വീടിൻ്റെ കാഴ്ചകൾ. പിന്നെ ഇതാ ഒരു വെളിയിലുള്ള ടോയ്ലറ്റും പിന്നെ ഒരു ഇടനാഴി പോലെ കയറി നമ്മൾ പുറകുവശത്തെ മുറ്റത്തേക്ക് ഇറങ്ങും. അവിടെയൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതല്ലേ. പുറകിലുള്ള ഒരു 4 വളിയുടെ വലിയ ജനലും ഒക്കെയാണ്. എന്തുവാടാ ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ വന്നിട്ട് വയറ് കാണിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ചേട്ടനവിടെ പൂച്ചെടി നടുവാന്നാണ് പറഞ്ഞത്. പിന്നെ ഇതെല്ലാം വെള്ളം കെട്ടി കിടക്കുന്നു. ഇവിടെ മൊത്തം മിറ്റിലെല്ലാം ഇട്ടതാണ്. മിറ്റിലെല്ലാം ഇളകിപ്പോയി. ചേട്ടൻ മുറ്റത്തൊന്നും നടില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ചേട്ടൻ മുറ്റത്ത് ഒരു തണലൊക്കെ ആകും, ഒരു മറയൊക്കെ ആകുമെന്നും പറഞ്ഞ് അവിടെ പൂച്ചെടിയൊക്കെ നട്ടു വെച്ചു. ഇതുപോലത്തെ പിന്നെ ഇത് നമ്മൾ അയ്യേ ഇവിടെ ഒന്ന് എന്തിയേ അശോ, ഇത് ഞാൻ പണ്ട് പോലെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന ഒരു ചെമ്പരത്തിയാ. ആ ചെറുപ്പകാലത്തുള്ള ചെമ്പരത്തിയ. ഈ ഒരു മുല്ലയെ രക്ഷിച്ചെടുത്തുകൊണ്ട് വന്ന് എനിക്ക് കുതിരപ്പവൻ തരണം. കാരണം ഈ റോട്ടിൽ പുല്ലിന് മരുന്നടിച്ചപ്പോൾ അതിന് മുല്ലയിലേക്കും കയറ്റി അടിച്ചു. മുല്ല പോയി. എന്നിട്ട് ഞാൻ ഒരു ടാങ്ക് വെള്ളം മൊത്തം മുല്ലയുടെ ചൂട്ടിലേക്ക് ഒഴിച്ചൊഴിച്ച് കൊടുത്തു. അങ്ങനെ ഞാൻ എൻ്റെ മുല്ലേനെ രക്ഷപ്പെടുത്തിയെടുത്താണ്. ഇപ്പോൾ അതാ മുല്ല നിറച്ചും അതിന് എകരങ്ങളെല്ലാം വന്ന് ശിഖരങ്ങളൊക്കെ വന്ന് വള്ളിമുല്ലയാണ്. നല്ല മുല്ല മൊട്ടൊക്കെ ആയിട്ട് മഴക്കാലത്താണേലും മുല്ലയ്ക്ക് മൊട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ മുല്ല നിൽക്കുക. അത് എന്ത് രസമാകാണ്. പിന്നെ നമ്മുടെ പ്ലമേറിയ. പിന്നെ നിലത്ത് കലയടിയ ഒരു ചാക്കിനകത്ത് മണ്ണിട്ട് വെച്ചതായിരുന്നു. അതിങ്ങോട്ട് മറിഞ്ഞ് വീണിട്ട് ഇപ്പോൾ അവിടെ മുളച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഇല്ലടാ, ഈ കലയടിയം മൊത്തം അവിടെയുണ്ട്. അതേ പറമ്പിൽ നിറച്ചുണ്ട് കലയടിയം. സത്യം, നീ വാ കാണിച്ചുതരാം. അവന് വിശ്വാസമില്ല. ഇവിടെ നോക്കടാ. ആ അതീ കലയടി. അതിന് കളറില്ലാത്തയാ. ഇത് കലയടി അല്ലേടാ, വേറൊരു ചെടിയല്ലേടാ. ചട്ടി വെച്ചാൽ നല്ല രസമായിരിക്കൂലേ അത്. ഒരു ചോടിങ് പറിച്ചേ. ഭയങ്കര ആഴത്തിലായിരിക്കും നിൽക്കുന്നല്ലേ. ചട്ടി വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും അത്. ഈ ചിലരൊക്കെ ഇങ്ങനെ ഇതിന് പോകുവേ, നീ കണ്ടിട്ടില്ലടാ. ഒക്കെ പ്ലാന്റ് ഹണ്ടിങ് എന്നും പറഞ്ഞുകൊണ്ട് പോയിട്ട് ഇങ്ങനെ റോഡിൽ നിന്ന് ഇത് കലേഡിയം എന്നൊക്കെ പറഞ്ഞ് ആർത്തി പിടിച്ച് പറിച്ചുകൊണ്ട് വരുന്നത്. ഇത് കായോട് കൂടിയാളെ കിട്ടിയ 3 ഉണ്ടായിരുന്നു. ഇത് നല്ല വെയിലത്ത് ചട്ടി വെച്ചല്ലത്. ഇത് ആ മരത്തിൻ്റെ ചോട്ടി കുറേ കൂടി നിൽക്കണില്ലേ, കണ്ടാ. അത് നല്ല രസമില്ലേ കാണാൻ. ചട്ടിയിൽ വെക്കേണ്ടതാ അത്. അതല്ല വെയിലത്ത് വെക്കണം. എന്ത് രസമായിരിക്കും അല്ലേ ആൻസേ. ഫയർഫോഴ്സ് പോകുന്നുണ്ട് കേട്ടോ. എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. വല്ല മരം വീണോ. നല്ല കാറ്റ് മഴയായിരുന്നു. ഒരു ചട്ടിയിൽ മണ്ണിട്ടിട്ട് നട്ടു വെച്ചാടാ. നിൻ്റേതായ ഒരു എന്തെങ്കിലും ഡെഡിക്കേഷൻ ആവട്ടെ. പൂന്തോട്ടത്തിലേക്ക് നിൻ്റേതായ ഒരു ഗിഫ്റ്റ്. ഒരു ചട്ടിയിൽ മണ്ണിട്ടിട്ട് ചട്ടി എടുത്തോണ്ട് വാ പോയി. 2 ചട്ടിയിലായിട്ട് നടാം. നല്ല രസമായിരിക്കും. 2 സൈഡിൽ വയ്ക്കാം. നിറച്ചുണ്ടായി നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ദേ ചേട്ടാ, ഈ ചെടി ചട്ടി വെച്ച നല്ല രസമല്ലേ. ചട്ടി നിറഞ്ഞ ചെടിയാ ഇത്. പണ്ടെങ്ങാണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് ചട്ടി ചാടി എങ്ങാണ്ട് പോയതാ അത്. നോക്കേ, നല്ലതായിരിക്കൂലേ ചട്ടിയിൽ വെച്ചാലേ. ആ ചട്ടി എടുത്തോണ്ട് വാ ആൻസേ. ബാ, 2 ചട്ടിയിലായിട്ട് വെക്കാം. വലിയ ചട്ടി വേണമെന്നൊന്നുമില്ല. ചെറിയ ചട്ടി ആയാലും മതി. നല്ല ഭംഗിയുണ്ട് കാണാൻ. ബാ, അത് മതിയിടാ, ഒത്തിരി വേണ്ട. ഇതിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാകും. ബാ.
കളറുള്ള ഈ ഒരു ചെടി മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത്. ഇതിൻ്റെ തന്നെ വേറൊരു വേർഷനായി കാണുന്നത്. ഇത് കണ്ടോ, അതിൻ്റെ തന്നെ പച്ച. നല്ല രസമില്ല അത് കാണാൻ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ പണ്ട് കാലത്ത് കണ്ടുകൊണ്ടിരുന്നൊരു ചെടിയാണിത്. പണ്ട് കാലത്തൊക്കെ എല്ലാ വീടുകളിൽ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് പല വീടുകളിൽ കൂടെ. അതും ഇതുപോലെ കാട്ടുചെടിയാട്ടി സൈഡിൽ നിൽക്കുക. പണ്ടെങ്ങാണ്ടോ ഈ വീട്ടിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അതെങ്ങാണ്ട് അങ്ങോട്ട് പോയി കിടന്നൊക്കെ ഉണ്ടായി ഇതുപോലത്തെ ചെടികൾ വെച്ച് കുറേ അങ്ങ് ഉണ്ടായി നിൽക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ആൻസ് ആണെങ്കിൽ 2 ചട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. തൂമ്പ എവിടെ? ആ ചെടി നടാ. ആ ചക്ക നട്ടാ, ഇതൊന്ന് നടട്ടെ. ചേട്ടനാണെങ്കിൽ ഇതെങ്ങനെ കയറി നിൽക്കുന്നത് വേറെ ഒന്നിനും അല്ല കേട്ടോ. റോസാ കമ്പുകളൊക്കെ മുറിച്ചെടുത്തു. മഴയൊക്കെ വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും, മണ്ണൊക്കെ കുതിർന്നപ്പോഴത്തേക്കും റോസാക്കമ്പുകളൊക്കെ മുറിച്ചെടുത്തിട്ട് ചേട്ടൻ നടാൻ പോവുകയാണ്. പണ്ടാരണ്ട് കമൻറ്റ് ചെയ്തായിരുന്നു ചേട്ടനൊരു കത്രിക വാങ്ങിച്ചു കൊടുക്കാൻ ഗിഫ്റ്റായിട്ട്. ചേട്ടനല്ലേ പറഞ്ഞു അതൊന്നും വേണ്ടാന്ന്. അപ്പം അങ്ങനെ ആയോ? ഒന്നുമില്ല. ഇതാ റോസ്. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ മുടിയിൽ ചൂടാൻ. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ മുടിയിൽ ചൂടാൻ. ഇതാണ് നമ്മുടെ വീട്. പിന്നെ ഇതെങ്ങനെ ആ ഒരു വഴി. ഇന്ന് വീടും പരിസരവും കാണിക്കണ വീഡിയോയാ, അല്ല വീടിൻ്റെ പരിസരം കാണിക്കണ വീഡിയോയാ. പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ആ വീടിൻ്റെ ഇതേ സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ട്. ചിത്രശലഭം ചിറക് പക്ഷിയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ചിമ്മിനിയുടെ മോള് ഡിസൈൻ ചെയ്തേക്കണ കണ്ടോ, നല്ല രസമുണ്ട്. പിന്നെതാ അതൊരു മല. ഇടുക്കി ജില്ല എന്ന് പറയുമ്പോൾ ഒരു മലയെങ്കിലും കണ്ടില്ലെങ്കിൽ വളരെ മോശമല്ലേ. അപ്പോൾ അതൊരു മലയുടെ മുകളിൽ കാണുന്നതാണ് വാട്ടർ ടാങ്ക്. അപ്പോൾ മലയുടെ മുകളിൽ കാണുന്നതാണ് ഒരു വാട്ടർ ടാങ്ക്. അവിടെ നട്ടിരിക്കുന്ന കൃഷിയാണ് പൈനാപ്പിൾ കൃഷി. കണ്ടോ? ഇല്ല, പ്ലാവോ റംബൂട്ടാനോ കണ്ടൊക്കെ ഉണ്ട്. പിന്നെ ഇതാ വീടിന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാട് പിടിച്ച് കിടക്കുന്ന ഒരു പറമ്പാണ്. അവിടെ നിറച്ച് പയറുവള്ളി കയറ്റി വിട്ടേക്കും. റബ്ബർ തോട്ടത്തിൽ കയറി കിടക്കുന്ന പയറുവള്ളി. അങ്ങനത്തെ പയറിലൊരു സൈസ് കായ ഉണ്ടാകുമ്പം, ഈ പയറിലാണോ ഉണ്ടാവണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ല അല്ലേ, ആ കായ ഉണ്ടാവണ പയറിൻ്റെ ഇല ചെറുതാന്ന് തോന്നുന്നു അല്ലേ. ആ കായ്ക്ക് ഭയങ്കര വിലയായിരിക്കും. പിശന കിലോക്ക് 1200 1500 വില വരും. പിന്നെ ഇതാ ഇത് വഴി. ഇത് നമ്മൾ തൊടുപുഴ പോകാൻ വേണ്ടിയിട്ട് കയറുന്ന റോഡിലേക്ക് പോകുന്ന വഴി. ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട് റോഡിലേക്ക്? 400 മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ്സിലേക്ക് എത്താം. യെസ്. 2000 വെച്ച വീടോ? 2001 2000 കയറി താമസം? 2001 കയറി താമസം നടത്തിയ വീട്. നടാത്ത എന്താ? നടാ. പിന്നൊരു കാര്യം പറയാൻ മറന്നുപോയി. ചേട്ടൻ എന്നെ തിരുവനന്തപുരത്തിന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ചേട്ടനൊരു ആവേശത്തിൽ കയറി പറഞ്ഞതാ. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുവാണെങ്കിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാൻ തിരുവനന്തപുരത്തിന് കൊണ്ടുപോകാം. 20-ാം തീയതി ആയിരിക്കും സത്യപ്രതിജ്ഞ, അതുകൊണ്ട് 19-ാം തീയതി പോയി 20-ാം തീയതി തിരിച്ചു വരാം. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ വല്ലതും? കൊണ്ടുപോകുന്നുണ്ടോ? സത്യപ്രതിജ്ഞ കാര്യമായിട്ട് ഇല്ലാന്ന് പറഞ്ഞു. എന്നിട്ട് കൊണ്ടുപോവോ? തിങ്കളാഴ്ച സത്യപ്രതിജ്ഞാങ്കി എങ്ങനെ പോകും? അന്നല്ലേ ഒരു ആദ്യ കുർബാന ഉള്ളത്. തിരുവനന്തപുരത്തിന് കൊണ്ടുപോവോ?
ആ എങ്ങനെ എന്തെങ്കിലും അത് കൊണ്ടുപോകാൻ പോകാൻ കുഴപ്പമില്ല, അത് വിഷയമല്ല. ചേട്ടനൊരു ആവേശത്തിൽ കയറിയൊക്കെ പറഞ്ഞു. ആവശ്യത്തിൽ കയറുന്നല്ല, ഞാൻ പറഞ്ഞു തന്നെയാണ്. പക്ഷേ നമുക്ക് ഇതായിപ്പോയി, ബുദ്ധിമുട്ടായി. അല്ല വേറെ ഒരു നല്ലൊരു ദിവസം പോവില്ലേ നമ്മള്? പിന്നെ അറിയാവോ തിരുവനന്തപുരമൊക്കെ? തിരുവനന്തപുരം പോയിട്ടുണ്ടോ? ഗൂഗിള് നോക്കിയാ പോയേ? അന്ന് ഗൂഗിളൊക്കെ ഉണ്ടായിരുന്നോ? വണ്ടി കൊണ്ട് പോയതല്ലേ, പോയപ്പോൾ വണ്ടിക്കകത്തിരിക്കുന്നവർക്ക് അറിയാലോ. അങ്ങനെ പോയി. നടാനുള്ള പ്ലാനാണോ? ഞാൻ എടുത്തു വെക്കില്ല. നട ചേട്ടൻ നടന്ന് നോക്കിയാ നിക്കുവാ. ആ നടന്ന് നോക്കിയാ ഞാൻ നിക്കണ. നടാനോ പാടൊന്നുമില്ല, ഇതിപ്പോ ചുമ്മാ മണ്ണടക്കി കിടപ്പല്ലേ. ബാ അവനാ സമയം കൊണ്ട് പൂച്ചെടി നട്ട്, മണ്ണ് നിറച്ച് പൂച്ചെടി നട്ട്. ഓരോന്നോരോന്ന് പൊക്കിക്കൊണ്ട് പോരെ, അവിടെ ചോലയല്ലേ, ഓരോന്നോരോന്ന് എടുക്ക. ബാ എടാ ചെരിഞ്ഞു പോകൂടാ, എടാ ഓരോന്നോരോന്ന് നേരെ എടുത്തോണ്ട് വാ. നീ എന്തോ കാണിച്ചാ സൈഡ് ചരിച്ചാണോ വെച്ചേക്കണേ? നേരെ വെച്ചേ. ആ നടുക്ക് കുഴിച്ചിടാനുള്ളതിന്. എടാ പറിച്ചേ, ഇച്ചിരോടെ മണ്ണയിലേക്ക് ഇടറാ വെച്ചേ. എടാ ഇച്ചിരോടെ മണ്ണയിലേക്ക് കൊണ്ടിട, ചോട്ടിലേക്ക് വാരിയിട. ഇതീ നല്ലടാ, ഇച്ചിരോടെ മണ്ണ് കോരി ഇടാൻ. അതോ നിലത്ത് കൊണ്ട് വെച്ചിട്ട് ചട്ടി നിറച്ച് മണ്ണാക്കിയല്ലോ. ബാ ഇതിന് നിറച്ച് മണ്ണ് നിൽക്കണം കൊച്ചേ. നടാൻ പോവാണോ? ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേ. നല്ല രസമുണ്ട് ബാക്ക്ഗ്രൗണ്ട്. ഇവിടെ ഒരു ചെടിയൊക്കെ നട്ടിട്ട് മര്യാദക്കൊക്കെ കൊണ്ട് വെക്ക. എന്നാ ആ ധൈര്യമായിട്ട് തുടങ്ങിക്കോ. അപ്പൊ ഇവിടെ ഒന്നും ചെടി ഇല്ലായിരുന്നോ? ഇവിടെ 10 മണിപ്പൂവൊക്കെ ഇല്ലായിരുന്നോ? ആ മറ്റേ ചെടിയല്ലായിരുന്നോ? ചേട്ടാ റോസ മാത്രമാണോ ചേട്ടാ നടുള്ളൂ? വേറെ ചെടിയൊന്നും കൊണ്ട് വെക്കൂലേ? അല്ല ആ ചെത്തി ഉണ്ടല്ലോ, ആ ചെത്തി ഈ ചെത്തി റോസ അല്ലാതെ വേറെ ഒന്നും നടൂലേ? അതിനാ പിന്നെ ഇതെനിക്ക് ഇഷ്ടമാണ്. അല്ലാതെ ചെടിയൊന്നും ഇഷ്ടമല്ലേ? എനിക്ക് വേറെ ചെടികളൊക്കെ ഇഷ്ടം. നഴ്സറി പോയി വാങ്ങാം. നഴ്സറി പോയി വാങ്ങി ചെറ്റിയിൽ വെക്കാൻ പറ്റുള്ളൂ. ആര് പറഞ്ഞു? നടന്ന ചെടികളുണ്ടല്ലോ. ചേട്ടന് റോസയോടാണ് ഇഷ്ടം. അല്ല റോസ ഇഷ്ടം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മുടെ അടുത്ത് ഞാൻ വീട്ടിൽ പോകില്ലേ, തറവാട്ടില്ല, വീട്ടിൽ പോകുമ്പോൾ അവിടെ ഒരു 2-3 കൂട്ടം ചെടിയുണ്ട്, അതൊന്ന് കൊണ്ടുവന്നു. ആ വാടാമുല കൊണ്ടുവന്നിട്ട് പിടിച്ചാർന്ന ചേട്ടാ? വാടാമുല ജനല ഇരിപ്പുണ്ട് ഇപ്പോഴും. ഏത് ജനല? ഫ്രണ്ടിൽ ആ കസേര ഇരുന്ന ജനലിന്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. അതിനൊരു ചെടി കൊണ്ട് നട്ടായിരുന്നു, ഒരു ചെടി അതിനകത്ത് നട്ടായിരുന്നു. അത് മണ്ണിട്ട് പോയെന്ന് തോന്നണം. അതിന്റെ അരി ഇരിപ്പുണ്ട്, ആ അരി എടുത്തിട്ട് കണ്ടത്. എടാ അവന്റെ കാലും കൈ അല്ലിയാക്കാം, ചെടി അപ്പടിയാ പൈ പറഞ്ഞാൽ മതി. ഇപ്പൊ ചേട്ടൻ ഇതിൽ മൊത്തം റോസ നടുവാണോ? ആരിക്കടെയൊക്കെ ഇതിലേ കുഴി കുത്തി വെച്ചിട്ടുണ്ടല്ലോ. ആ ഇത് ചെത്തിയാ? ചെത്തി ചെത്തി വീട്ടിലെ മഞ്ഞ ചെത്തിയില്ലേ, കുറ്റി ചെത്തി, തറവാട്ടിൽ വെക്കില്ലേ, അത് കൂട്ട് കൊണ്ടുവരും. അത് പോകുമ്പോൾ കൊണ്ടുവരണം, കണ്ടിക്കണം. പിന്നെ അവിടെ നിന്ന് ആ 2 ചെത്തിയുടെ ഈ ചെത്തി കണ്ണ് കിട്ടിപ്പോയി തോന്നുന്നു. ഇപ്പം അത് സുഖമില്ല, അതൊന്ന് കൊണ്ടുവന്നു. അല്ല നമുക്ക് ഏത് വേണേലും നടാം കേട്ടോ, സ്ഥലത്തിൻ്റെ അനുസരിച്ച്. താഴേക്കാണോ നടണേ? ആ കമത്തിയാളെ വെച്ചേക്കണ മുള്ള? അല്ലല്ല, അതെ ഇതോ കേട്ടെ, ഇതാ ഈ മുള്ളെല്ലാം താഴേക്കാണല്ലോ നിൽക്കണ. എന്നിട്ട് ഞാൻ പറയട്ടെ,
ഇത് കണ്ടിച്ചത് റോസെന്ന് കണ്ടിച്ചത് ആ റോസെന്ന് കണ്ടിച്ചത് ഇത് മുകളിൽ ഞാൻ വട്ടം കണ്ടിച്ചത്. അത് മനസ്സിലായി. അപ്പോൾ ഇതിങ്ങനെ വരുള്ളൂ. ആ അടുത്തത് നോക്കാം, മുള്ളു താഴേക്കായിരിക്കും. ഇതും കണ്ടോ, ഇത് ഞാൻ കണ്ടിച്ചത്. പക്ഷെ മുള്ളു താഴേക്കാണ്. അത് ഞങ്ങൾക്ക് നോക്കിയാൽ ഞാൻ അത് തിരഞ്ഞ് ഇത് മാറ്റി മാറ്റി വെച്ചേക്കതെ ഓരോന്നോരോന്ന്. ആ ഏത് ചപ്പൻ ചവറും? അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഒരു സൈഡ്. ഇതൊന്നും ഇങ്ങനെയൊന്നും ഞാൻ കാണിച്ചു തന്നിട്ടില്ല. ഇങ്ങനെയാണ് സൈഡ് ചെരിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ വീട് കാണുന്നത്. കണ്ടോ? ആൻസിനെ ചപ്പച്ചവറ് വരാനായിട്ട് വിട്ടേക്ക് വന്നിട്ടാ. ആൻസിൻ്റെ ചപ്പച്ചവറ് വരണമെന്ന് കാണട്ടെ. വാവ്, അത് മൊത്തം വെട്ടിക്കളഞ്ഞോ? ചോട് മാന്തി കളഞ്ഞോ? അതെന്തിനാ ചേട്ടാ? അതിൽ പൂവുണ്ടായിരുന്നല്ലോ, നല്ല രസം ഉണ്ടായിരുന്നു. ഈ ചേട്ടൻ്റെ ഒരു കാര്യം, പൂവുള്ളപ്പോൾ ഒക്കെ വെട്ടിക്കളയണം. ആ പൂ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചതും കൂടെയാ. മഴക്കാലം ആയില്ലല്ലോ. ആര് പറഞ്ഞ? ചേട്ടനോട് തന്നെയോ? ദേ നല്ലൊരു ഉരുണ്ട കല്ല്. ദേടാ ദേടാ, കളയണ്ട, കഴുകിയെടുക്കാം. പോടാ ഇറക്കാം. ഇതെന്നാണ് ഈ ചെളി മാറിക്കൊണ്ട് കിടക്കണേ? അതിൽ വല്ലതും ഉണ്ടാക്കിക്കേ നീ. അതും കൊണ്ട് നിനക്ക് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ഞാൻ നിനക്കൊരു സമ്മാനം തരാം. അത് നീ ഉണ്ടാക്ക. ബിസ്ക്കറ്റോ? മീൻചട്ടി. ആ പക്ഷെ മറ്റേ സംഭവം ഉണ്ട്, ഞാൻ എൻ്റെ ഒരു നേരത്തെ ഉണ്ടായിരുന്നു, അത് കത്തിച്ചളഞ്ഞു. ഇപ്പൊ നീ ഉള്ളതും കൊണ്ട് ഉണ്ടാക്ക. അതിങ്ങനെ കറക്കില്ലേ, ഇങ്ങനെ കറക്കിട്ടത് അതുണ്ടായിരുന്നു. നീ മീൻചട്ടി ഉണ്ടാക്കിയിട്ട് ചുട്ടെടുക്ക. എന്നതാ? ഇപ്പൊ മീൻകറി വെക്കാം. ഈ ചെറുതിലോ? ഒരു കുഞ്ഞു കഷ്ണം മീൻകറി വെക്കാം. നീ ചുറ്റിച്ചെടുക്ക്, ഞാനൊന്ന് നോക്കട്ടെ. ചേട്ടാ പിന്നെ പിന്നെ നോക്കും ആരെ ഇടയിടാ. എടാ പാവ, ആ പൂവിന് ആ വിരിയാറായ മുട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ മുട്ടിനൊക്കെ സങ്കടമായില്ലേ? ഞങ്ങൾ വിരിയും മുമ്പേ കൊഴിച്ച് കളഞ്ഞല്ലേ ചേട്ടാന്ന് ചോദിച്ചു. ചേട്ടൻ്റെ പൂന്തോട്ടത്തിന് ഭംഗിയായിട്ട് ഞങ്ങൾ നിന്നതല്ലേ, വിരിയുന്നതിന് മുമ്പേ ഞങ്ങളെ കൊഴിച്ച് കളഞ്ഞല്ലോ ചേട്ടാ, ഞങ്ങളിനി വരൂല്ല ചേട്ടാന്ന് പറഞ്ഞ് പിണങ്ങി പോവാ. പിന്നെ ഈ ചേട്ടൻ റോസയിൽ ആരുടെ കൈവശം കൊടുത്തതാ, വേറെ ഒരു ചെടി ഇഷ്ടമല്ല. നീ എന്നത്തിനാ ചിരിക്കണേ? ഇവനെന്നെ എൻ്റെ പുറകെ ചട്ടി ഉണ്ടാക്കിക്കൊണ്ട് നടക്കണേ. കല്ലുണ്ടോടാ? കല്ലിനത്തിന് കല്ല് ഉണ്ടെങ്കിൽ എടുത്ത് വേണം. സ്വർണ്ണ ബോട്ട് ഉണ്ടാക്കിയതാ. സ്വർണ്ണ ബോട്ടോ? എവിടെന്നാ? കളിക്കണ്ടേ സ്വർണ്ണ ബോട്ട്? വേണ്ട, നീ ചട്ടി ഉണ്ടാക്കിയാൽ മതിയോ? വെള്ളം വേണ്ട, നീ ചട്ടി ഉണ്ടാക്കിത്താ, പൊട്ടി പോണം. ബോട്ടും വേണ്ടേ? ചേട്ടന് എല്ലാവരെയും പൂന്തോട്ടത്തിൽ വേറെ എന്തെങ്കിലും കൊണ്ട്. ചേട്ടൻ പാരയാണ് ചേട്ടൻ്റെ ആയുധം. പാര. ചേട്ടനാണ് പാര. ചേട്ടനാണ് പാര. എങ്ങനെയുണ്ട് വീടും പരിസരവും എല്ലാവരും കമൻറ്റ് ചെയ്യണേ. കണ്ടോ, ഇതാണ് വീടും പരിസരവും. നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ള റോഡ്, റോഡിൻ്റെ സൈഡിലുള്ള വീട്, വീടിൻ്റെ അടയാളം പ്ലമേറിയം. ഇതാ പ്ലമേറിയം. നമ്മൾ പോയപ്പോൾ ചോദിച്ചില്ല ചേട്ടാ ഈ പൂവിൻ്റെ പേരെന്നാന്ന്? ചേട്ടൻ വല്ലതും ഓർക്കണുണ്ടോ? അതിന് ഓർക്കാത്ത? ഇങ്ങോട്ട് നോക്കിയിട്ട് പറ, ഓർക്കണില്ലെങ്കിൽ. ഓർക്കണുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചതാ ചേട്ടാ ഈ പൂവിൻ്റെ പേരെന്നാന്ന്? ചേട്ടൻ എന്നോട് ചോദിക്കാം അതിന്റെ കമ്പ് വേണമെന്ന്. ഞാൻ ചോദിച്ചാൽ എവിടെ കൊണ്ടിടാനോ ചേട്ടാ, എനിക്ക് വീടും കൂടൊന്നും ഇല്ലല്ലോ. ചേട്ടൻ അറിയാറുന്നല്ലോ ഞാൻ ആ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നതാണ്. അവിടെ ഇത്ര വലിയ മരം കൊണ്ട് നടാൻ പറ്റുമോ? ചേട്ടൻ എന്നെ അറിയാമായിരുന്നോ ചേട്ടാ? ചേട്ടൻ എന്നെ കുറിച്ചാ എന്നെ അറിയില്ലായിരുന്നോ? താഴെ പിന്നെ ഫുട്ബോൾ കളിക്കാൻ വന്നിരുന്നതിന് അപ്പൊ ഒരു ദിവസം സൈക്കിൾ കൊണ്ട് മഴ വന്ന് കട വിട്ടൊരു സമയം. അപ്പൊ ഇവിടെ
കടയിൽ നിന്ന് വന്നിട്ട് കാറ് ഇവിടെ എടുത്തിട്ട് കസേര ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മഴ ഒറ്റ ഇടി കേട്ടോ. സൈക്കിളിൽ കറക്റ്റ് പോയി. ഞാൻ പേടിച്ചിട്ട് പറന്നു സൈക്കിളിന് ഫുൾ സ്പീഡിൽ പോയി. പിന്നെ ഇതിൽ വന്നു വെച്ചിട്ട് ഒറ്റ ബ്രേക്ക് കൂടി തന്നെ വട്ടം ഫോണിൽ നോക്കിയിട്ട് പെട്ടെന്ന് എണീറ്റങ്ങ് നിന്ന. നീ വീണപ്പോഴാ? വീണില്ല, തെന്നിച്ചങ്ങ് പോയി. ആ അതൊക്കെ ഓർക്കണ്ട ചേട്ടാ. ഇടി വെട്ടിയപ്പോ സൈക്കിള ഒരു മഴ ദിവസത്തെ സൈക്കിൾ കൊണ്ട് ഫാൻ അമ്പലത്തിന്റെ കൈക്കട തെന്നിച്ചാണ്ട് അത് ഓർക്കണ്ട. ഇന്നേതാ ദിവസം അറിയാവോ? അതറിയാം. എന്നാ ദിവസം അന്നേതാ ദിവസം? ആ ഒന്നും ഓർമ്മയില്ലാത്തോണ്ട് ചോദിച്ചാ. ഞാനാരാ? ഒരു പെണ്ണ. ഞാനാരാ? അല്ല നീ അങ്ങനെ ചോദിച്ചത് പിന്നെ ഞാൻ ആരാന്ന് നീ ഒരു പെണ്ണല്ലോ. അല്ല നീ ചോദിക്കുന്നത് ഞാൻ ചേട്ടന്റെ ആരാന്ന് ചോദിച്ചു, അന്നേരം പറയാം. അല്ല നീ ഞാൻ ചേട്ടന്റെ ആരാ? ഞാൻ ചേട്ടന്റെ ആരാ? എന്റെ മുത്തല്ലേ. അതെന്താ മുത്ത? അല്ല ഞാൻ ആരാന്ന് ചോദിച്ചാൽ ഞാനെന്ന് പറഞ്ഞത് ഒരു പെണ്ണല്ലേ. ഇതെന്നെ നീ നോക്കി നടക്കണത് കൊറേ നേരം ആയല്ലോ. കുറച്ച് റോസയും ഉണ്ട് ചേട്ടനും ഉണ്ട്. അയ്യോ എന്ന് വെച്ചാൽ ഈ റോസയുടെ ഫോട്ടോ എടുത്തിട്ടില്ല. ഞാൻ എടുക്കും, ഇനിയും എടുക്കും. ആ എടുക്കണം. ആ ഞാൻ എടുക്കും. കണ്ടു പറഞ്ഞ ഇത് എന്തോരം പൂച്ചെടിയാടാ. നമുക്ക് ആ ചേട്ടനോട് വെച്ചിട്ട് ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കാന്ന്. ഇതില് പോയേക്കൊണ്ടിരുന്നപ്പോഴാ പറഞ്ഞേ. അവര് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചാനലിൽ കിടപ്പുണ്ട്, നമ്മുടെ ചാനലില്. ആ അതില് നടന്നു പോയത് ഞങ്ങള് ജൂലൈ 21 വ്ളോഗ് ചെയ്യാൻ പോയതാ. ആ തോട്ടിൽ പോയി ഞങ്ങൾ കല്ലെറിഞ്ഞിട്ട് അങ്ങാ തോട്ടിൽ പോയി കല്ലെറിയാൻ പോയില്ല. കല്ലെറിഞ്ഞ വീഡിയോ എടുത്തു. അത് ഈ തോട്ടിലെ ആ അപ്പുറത്തെ തോട്ടിൽ പോയി. ഇങ്ങോട്ട് വരാമോ? വാ ഒന്ന് വരാമോ? എടാ പാര എടുത്തു കൊടുക്കാൻ. അവൻ ചട്ടി നിർമ്മാണത്തിലാ. അവരെങ്ങനെ എടുക്കണമെന്ന് അറിയാവോടാ ഈ കല ഉണ്ടാക്കണവര്? എടാ കല ഉണ്ടാക്കണവര് എങ്ങനെ എടുക്കണമെന്ന് അറിയാവോ? ഒരു നൂല് അടിയിന്ന് കയറ്റി വിടും. അവന് ബുദ്ധിയുണ്ടല്ലോ. യെസ് ബുദ്ധിയുണ്ടല്ലേ. ആ മോന്തെന്ന് കാണിച്ചേ, ബുദ്ധിയില്ലാത്ത മോന്ത. ഫാൻസി ചട്ടി ഉണ്ടാക്കിട്ടോ. ആ എടാ ഇത് വെള്ളാരം കല്ല, ഇത് വെള്ളാരം കല്ല്. വേണ്ട വേണ്ട വേണ്ട, നല്ല ഉരുണ്ടിരിക്കണം ഒരു കല്ല്, നല്ല രസമുണ്ട് കാണാൻ. ആ എടാ വെക്കല്ലേടാ. ആ എന്തുവാടാ നിനക്ക് എന്നാടാ ഒരു കണ്ണിച്ചോര ഇല്ലാത്ത? അപ്പോൾ അതേ ഇപ്പം വലിയ മഴവെള്ളം ഒഴുകിയ ഒരു റോഡാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ ഈ റോഡ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുമോ മഴവെള്ളം ഒഴുകിയെന്ന്? നീ കളയാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നെ വിശ്വസിച്ച് തന്നത്. അപ്പം നിനക്ക് എൻ്റെ വിശ്വാസം കാത്തു സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുണ്ട്, മനസ്സിലായോ? ഈ റോഡിൽ കൂടി പിന്നെ എപ്പോഴും വണ്ടി പോകും കേട്ടോ, എപ്പോഴും വണ്ടി പോകുന്ന റോഡാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം എപ്പോഴും വണ്ടി പോകുന്നത്. അതെ ഉരുണ്ട കല്ലാന്ന് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നോക്കണതാ, എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. എടുക്കൂല. ചേട്ടൻ അങ്ങനെ കൃഷിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുവാണ്. എന്നാ അതിന് ചെടി പറിച്ചോണ്ട് പോകുന്നു. ഇതാണ് ഇതിൻ്റെ പേരെന്നായിരുന്നു ചേട്ടാ? ഇതിൻ്റെ പേരെന്നായിരുന്നു? ആടലോടകം. ചുമ്മാ ജലദോഷം. നമ്മുടെ 10 മണിപ്പൂവ്, നമ്മുടെ 10 മണിപ്പൂവ് ഉറങ്ങിപ്പോയി. നാളെ 10 മണിക്ക് എണീക്കുള്ളൂ. 10 മണിപ്പൂവ് എൻ്റെ കയ്യിൽ മണ്ണ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ വീടും പരിസരവും ഒക്കെ. ഇതാണ് നമ്മുടെ വീടും കാണിച്ചാടാ. അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും സൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.